ഹലോ ഫ്രണ്ട്സ്, വിനേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എൻവിറോൺമെൻറ്റൽ ഹിസ്റ്ററിയെ പറ്റിയാണ്, അതായത് പാരിസ്ഥിതിക ചരിത്രം. അപ്പോൾ ആ ഒരു പാരിസ്ഥിതിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനായിരുന്നു ആൽഫ്രഡ് ക്രോസ്ബി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽഫ്രഡ് ക്രോസ്ബിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു അമേരിക്കക്കാരാണ് ആര്, ഈ ഒരു ആൽഫ്രഡ് ക്രോസ്ബി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അമേരിക്കൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ആര്, ഈ ഒരു ആൽഫ്രഡ് ക്രോസ്ബി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, ദ കൊളംബിയൻ എക്സ്ചേഞ്ച്, ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം. അപ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം രചിച്ച രചനാ രീതി അത് വ്യത്യസ്തമാണ്. അത് പരിസ്ഥിതിയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ ഒരു ഗ്രന്ഥം രചിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് ഗ്രന്ഥങ്ങൾ? ദി കൊളംബിയൻ എക്സ്ചേഞ്ച്, ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം. അപ്പോൾ ഈ ഒരു രണ്ട് ഗ്രന്ഥത്തെ പറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ആൽഫ്രഡ് ക്രോസ്ബി എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു രണ്ട് പേരുകൾ ഓർത്ത് വെക്കുക, ദി കൊളംബിയൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം. അങ്ങനെ പിന്നെ ഈ ഒരു പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഈ ഒരു ആൽഫ്രഡ് ക്രോസ്ബിയാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു യൂറോപ്യന്മാർ അമേരിക്കയും ഓസ്ട്രലേഷ്യയും കീഴടക്കുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ഒരു അതായത് എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർക്ക് പെട്ടെന്ന് ഈ ഒരു ഓസ്ട്രലേഷ്യനെയും അതുപോലെ തന്നെ അമേരിക്കയെയും കീഴടക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ ജീവശാസ്ത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഒരു പാരിസ്ഥിതിക ചരിത്രകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓസ്ട്രലേഷ്യയും ഓസ്ട്രലേഷ്യയും അമേരിക്കയും യൂറോപ്യന്മാർക്ക് കീഴടക്കാൻ സഹായിച്ച ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പ്രധാനമായും ഈ ഒരു ചരിത്രത്തിൽ മാത്രമല്ല അറിവുള്ളത്, വൈദ്യശാസ്ത്രം അറിയാം, ജീവശാസ്ത്രം അറിയാം, ഭൂമിശാസ്ത്രം അറിയാം, ചരിത്രം അറിയാം. അങ്ങനെ ഈ ഒരു 4 വിഭാഗങ്ങളും അദ്ദേഹത്തിന് അറിവുള്ള മേഖലയായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രധാനമായിട്ടും 2 ഗ്രന്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അപ്പോൾ ഒന്നാമതാണ് കൊളംബിയൻ എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റഫർ കൊളംബസിനറിയാം. ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ്? നമുക്കറിയാം, ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ആര്, ക്രിസ്റ്റഫർ കൊളംബസ്. പക്ഷേ അദ്ദേഹം ചെന്നെത്തിയത് വേറൊരു സ്ഥലത്താണ്, അതിന് പിന്നീട് അമേരിക്ക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ഈ ഒരു അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാംസ്കാരികമായി അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു കൊളംബിയൻ എക്സ്ചേഞ്ച് എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ ആര് പറയുന്നുണ്ട്? ആൽഫ്രഡ് ക്രോസ്ബി പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് ആ ഒരു നാട്ടിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നാടും, അതായത് കൊളംബിയയും അതേമാതിരി അമേരിക്കയും തമ്മിൽ എന്തായി, പരസ്പരം കുറേ കാര്യങ്ങൾ കൈമാറാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ സംസ്കാരങ്ങൾ, ജനങ്ങൾ, അതേമാതിരി കുറേ സാങ്കേതികതകൾ, രോഗങ്ങൾ, ആശയങ്ങൾ, സസ്യങ്ങൾ, പച്ചക്കറികൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈമാറാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് അദ്ദേഹം ഈ ഒരു കൊളംബിയൻ എക്സ്ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊളംബിയ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ നാട് കൊളംബിയ. അതേമാതിരി തന്നെ എക്സ്ചേഞ്ച് പറഞ്ഞാൽ പരസ്പരം കൈമാറുക, അമേരിക്കക്ക് ആണ്ടും ഇങ്ങോട്ടും കൈമാറുക. അതാണ് ഈ ഒരു കൊളംബിയൻ എക്സ്ചേഞ്ചിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു നല്ല കാര്യങ്ങൾ മാത്രമല്ല, കുറേ രോഗങ്ങൾ, ഉദാഹരണത്തിന് വസൂരി, മീസിൽസ്, പ്ലാഗ്, ഇങ്ങനത്തെ കുറേ ടൈപ്പ് രോഗങ്ങളും എന്തായി അദ്ദേഹം ഇങ്ങോട്ട് കൈമാറാൻ തുടങ്ങി. കാരണം ജനങ്ങൾ ഈ ഒരു നാടുമായി ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആണ്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ രോഗങ്ങൾ ഇങ്ങോട്ടും ഇവിടുത്തെ രോഗങ്ങൾ അങ്ങോട്ടും ഒന്നുണ്ടാവും, പകരും. അപ്പോൾ യൂറോപ്പിലുണ്ടായ കറുത്ത മരണമൊക്കെ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു കൊളംബിയൻ എക്സ്ചേഞ്ച് എന്നുള്ള ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ഗ്രന്ഥമാണ് ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇക്കോളജി പറഞ്ഞാൽ എന്താ? ഇക്കോളജി പറഞ്ഞാൽ അതായത് ഈ ഒരു ജീവശാസ്ത്രം, അതാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് 900 മുതൽ 1900 വരെയുള്ള 10 നൂറ്റാണ്ട്, അതായത് ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. അപ്പോൾ 10 നൂറ്റാണ്ട് പറഞ്ഞാൽ 1000 വർഷം. അപ്പോൾ 900 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു യൂറോപ്പിൽ കുറേ ജനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതായത് യൂറോപ്യൻ ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തായി, വ്യത്യസ്ത നാടുകളിലേക്ക് ഇങ്ങനെ കുടിയേറാൻ തുടങ്ങി. കാരണം ജനസംഖ്യ വർദ്ധിച്ചു, അതേമാതിരി തന്നെ കൃഷിഭൂമി ദൗർലഭ്യമായി. കാരണം ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിഭൂമികൾ കുറയും. അതേമാതിരി എന്തായി, കുറേ ആണ്ടും ഇങ്ങോട്ടുള്ള മത്സരങ്ങൾ, ദേശീയതകൾ തമ്മിലുള്ള പരസ്പരം മത്സരങ്ങളുണ്ടായി. അതേമാതിരി തന്നെ ഈ യൂറോപ്പിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കുറേ പീഡനങ്ങളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ എന്തായി, അവർ കുറേ ആളുകൾ എന്തായി വ്യത്യസ്ത നാടുകളിലേക്ക് എന്തായി കുടിയേറാൻ തുടങ്ങി എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ചർച്ച ചെയ്യുന്നത് യൂറോപ്യന്മാർ എന്തുകൊണ്ടാണ് വ്യത്യസ്ത നാടുകളിലേക്ക് എത്താൻ കാരണം, അതിൻ്റെ പ്രകൃതിദത്തമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. അങ്ങനെ പിന്നീട് എന്തായി, യൂറോപ്യന്മാർ ആവിയന്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആവിയന്ത്രം കണ്ടുപിടിച്ചത് ഇവരുടെ കടൽ മാർഗ്ഗം എന്തായി സുഗമമാക്കി എന്നുള്ളതാണ്. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ കൊളംബിയൻ എക്സ്ചേഞ്ചിൽ പറഞ്ഞ മാതിരി ഇവരും വ്യത്യസ്ത നാടുകളിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ആ ഒരു രാജ്യത്തിലേക്കും എത്തി. അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേ സസ്യങ്ങൾ, അതേമാതിരി തന്നെ കുറേ രോഗങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കും എത്തിപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഗ്രന്ഥങ്ങൾ, ഒന്ന് കൊളംബിയൻ എക്സ്ചേഞ്ച്, ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം, ആൽഫ്രഡ് ക്രോസ്ബിയെ പറ്റി ചോദിച്ചാൽ രണ്ട് ഗ്രന്ഥങ്ങളെ പറ്റി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 99% മാർക്കും ലഭിക്കാൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതേമാതിരി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ കാണാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ പോയി കേൾക്കുക. സോ താങ്ക് യു.